ഞാൻ മുല്ലത്തരം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര. ഒന്ന് കേട്ടിട്ട് പോവും. 32-ാം ഭാഗം. ഒന്ന് കേട്ടിട്ട് പോവും. 32-ാം ഭാഗം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും വിനയം ഉള്ള വ്യക്തി ആരായിരുന്നു? അത് എന്തുകൊണ്ട്? ഈ ചോദ്യം വർഷങ്ങൾക്ക് മുൻപ് എന്നോട് ഒരാൾ ചോദിച്ചതാണ്. ഞാൻ തിരുവല്ല മർത്തോമ കോളേജിലാണ് പഠിച്ചത്. അവിടെ തുമ്പമൺ തോമസ് എന്ന ഒരു അധ്യാപകൻ എനിക്കുണ്ടായിരുന്നു, പ്രൊഫസർ തുമ്പമൺ തോമസ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും തുമ്പമണിലോ ഭാഗത്തോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇദ്ദേഹത്തെ. അദ്ദേഹമായിരുന്നു ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ പ്രധാനി, ഇത് നടത്തിപ്പുകാരനും. അങ്ങനെ എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ പ്രെയർ അസോസിയേഷൻ എന്ന പേരിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഞാനും അംഗമായിരുന്നു. മിക്കവാറും എല്ലാവരും അന്ന് മർത്തോമ സഫ അംഗങ്ങൾ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഒരു ക്യാമ്പ് ചരൽക്കുന്ന് എന്ന സ്ഥലത്ത്, പുല്ലാടിനടുത്ത് ചരൽക്കുന്ന് എന്ന സ്ഥലത്ത് ഒരു ക്യാമ്പ് ഒരുക്കിയുണ്ടായി. 2 ദിവസത്തെ ക്യാമ്പ്. അവിടേക്ക് ഞാൻ പഠിച്ചിരുന്ന തിരുവല്ല മർത്തോമ കോളേജിൽ നിന്നും 10 പേരെ സെലക്ട് ചെയ്ത കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു ഈ പ്രെയർ ഗ്രൂപ്പിൽ. അന്ന് അവിടെ ചെന്നപ്പോൾ പല മത്സരങ്ങളും ഉണ്ടായിരുന്നു. ഒരു പ്രസംഗ മത്സരത്തിൽ എനിക്കും പങ്കെടുക്കണമെന്ന് തോന്നി. ഞാൻ പേര് കൊടുത്തു. സാധാരണ പ്രസംഗ മത്സരങ്ങളിൽ 3 വിഷയങ്ങൾ തരും. അതിൽ നിന്നും ഒരു വിഷയം തിരഞ്ഞെടുക്കുകയാണ് പതിവ്. ഞാനും അങ്ങനെയാണ് ധരിച്ചു വെച്ചിരുന്നത്. പിന്നെ വിഷയങ്ങളൊക്കെ സാധാരണ സിമ്പിളായിരിക്കുമല്ലോ. വിശ്വാസം, സ്നേഹം, ഇതുപോലെയൊക്കെയുള്ള കൊച്ചു വാക്കുകളൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാണ് ആ വിവരം അറിയുന്നത്. മാർക്കിടാൻ വരുന്നത്, ഈ പ്രസംഗ മത്സരത്തിന് മാർക്കിടാൻ വരുന്നത് നിയുക്ത ദിവ്യ വന്യ ശ്രീ റൈറ്റ് റവറൻഡ് ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ സപ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയാണെന്ന്. അവിടെ ഇവിടെയൊക്കെ ഒരു നിന്ന് പ്രസംഗിക്കുന്നത് പോലെയല്ല, തിരുമേനിയുടെ മുൻപിൽ നിന്ന് വേണം പ്രസംഗിക്കാൻ. മാർക്കിടുന്നതും തിരുമേനി. നിയുക്ത വന്യ ദിവ്യശ്രീ റൈറ്റ് റവറൻഡ് ഡോക്ടർ അലക്സാണ്ടർ സഫ്രഗൻ മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ മുൻപിൽ നിന്ന് വേണം പ്രസംഗിക്കുവാൻ, മാർക്കിടുവാൻ. ഞാനൊന്ന് പതറിയെന്നുള്ളത് സത്യമാണ്. പക്ഷെ പ്രസംഗം എനിക്കൊരു അന്നത്തെ കാലത്തും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നതുകൊണ്ട് ഞാൻ ഏതായാലും പേര് കൊടുത്തത് മാറ്റാൻ പോയില്ല. പിന്നീടാണ് അറിയുന്നത് പ്രസംഗത്തിന് തിരുമേനിയാണ് വിഷയം തരുന്നതെന്നും. കാരണം ഇത് കോളേജ് ലെവലുള്ള ഒരു പ്രസംഗ മത്സരമായതുകൊണ്ട് അതിൻ്റേതായ വിലയും നിലയും വരുമെന്നുള്ളത് കൊണ്ട് പ്രസംഗത്തിന് വിഷയം തരുന്നത് തിരുമേനിയാണെന്ന് അറിയിച്ചു. പ്രസംഗവേദിയിലെത്തിയ തിരുമേനി മാർക്കിടാനിരിക്കുന്നതിന് കുറച്ച് മുൻപായിട്ട്, അതിൻ്റെ സമയമൊന്നും ഞാൻ ഓർക്കുന്നില്ല, ഇത് വർഷങ്ങൾക്ക് മുൻപുള്ളതാണല്ലോ, അദ്ദേഹം വിഷയം തന്നു. അന്ന് തന്ന വിഷയമാണ് ഇത്: വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും വിനയനായ വ്യക്തി ആര്? ഏറ്റവും കൂടുതൽ വിനയമുള്ള, താഴ്മയുള്ള വ്യക്തി ആരാണ്? അതെന്തുകൊണ്ട്? ഇതാണ് പ്രസംഗിക്കേണ്ട വിഷയം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും, കാണാത്ത കാര്യങ്ങളെ നിശ്ചയം, ഇങ്ങനെയൊക്കെയുള്ള കുറേ വാക്യങ്ങളൊക്കെ കാണാതെ പഠിച്ച് അത് വെച്ച് കീച്ചാമല്ലോ എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയ ഞാൻ ഈ വിഷയം കേട്ട് ഒന്ന് പതറി. പിന്നെയും ഞാൻ ഓർത്തു, പലരും പ്രസംഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന 1-2 ഭാഗങ്ങൾ അടർത്തിയെടുത്ത് അതൊന്ന് വെച്ച് കീച്ചാമല്ലോ. എൻ്റെ നമ്പർ ഏതാണെന്നും അറിയത്തില്ല. ഏതായാലും മത്സരങ്ങൾ തുടങ്ങി. ഓരോരുത്തർ പ്രസംഗിക്കുവാനായി തുടങ്ങി. അതിലൊരു വ്യക്തി പ്രസംഗിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, നല്ലതുപോലെ ഓർക്കുന്നു. ആ വ്യക്തി പറഞ്ഞത്, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ മുൻപിൽ 2-3 പേർ വന്നതും അവരെ വന്നപ്പോൾ അബ്രഹാം മുട്ടോളം തല കുനിച്ച് താഴേക്ക് കുനിച്ച് അവരെ സ്വീകരിച്ചു. ആ വിനയം
ഇത്ര വലിയൊരു മനുഷ്യൻ ആ 3 പേരെ സ്വീകരിച്ചത് ഇത്രത്തോളം തല കുനിഞ്ഞ് ആണ് എന്ന് കാണിക്കത്തക്ക രീതിയിൽ. പിന്നെ അതിനെപ്പറ്റി ഒത്തിരിയൊക്കെ പറഞ്ഞു. കൈയടിക്കുന്നു ആൾക്കാർ. മറ്റൊരു വ്യക്തി പ്രസംഗിച്ചപ്പോൾ മോശയെ പറ്റി പറഞ്ഞു. മോശയാണെങ്കിൽ ഒരു കൊലപാതകയായിരുന്നു. ഒറ്റയടിക്ക് ഒരുത്തിനെ കൊന്ന് മണ്ണിനടി കുഴിച്ചു മൂടിയ മോശ പിന്നീട് വളരെയധികം താഴ്മയുള്ളവനായി മാറി ഒരു സമൂഹത്തെ നയിക്കുന്നു. അവിടെ ഇരുന്നവരെല്ലാവരും കൈയടിക്കുന്നു. എൻ്റെ നമ്പർ വന്നു. ഞാനും പ്രസംഗിക്കാൻ കയറി. എനിക്കുള്ളിലൊരു ഭയമുണ്ട്. കാരണം എൻ്റെ മുൻപിലിരിക്കുന്നത് പരിശുദ്ധ പിതാവാണ്. എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അറിയെങ്കിൽ തന്നെ മറന്നും പോകുന്നൊരു സാഹചര്യം. ഞാനിതിനു മുമ്പ് തന്നെ സ്കൂൾ ജീവിതകാലത്ത് മത്സരത്തിനൊക്കെ ചേർന്നതുകൊണ്ട് സ്റ്റേജിന് എനിക്ക് പെട്ടെന്ന് പേടിയൊന്നും വരാറില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിലും വിശുദ്ധ ബൈബിളിൽ നിന്നാണ് സംസാരിക്കേണ്ടത്. എങ്കിലും ഞാൻ എൻ്റെ പ്രസംഗം തുടങ്ങി. പലപ്പോഴും മാർക്കിടുമ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ, അതിൻ്റെ തീം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയാണ് മാർക്കിടുന്നത്. ഇതിന് ഇത്ര ഒരു 25 മാർക്കാണ് കൊടുക്കുന്നത്, ഇത്ര ഇന്നതിൻ്റെ പ്രസൻറ്റേഷൻ, ഇന്നത് വാക്കുകൾക്ക്, ഇന്നത് പറയുന്ന വാക്യങ്ങളുടെ അടിസ്ഥാനങ്ങൾ, ഇങ്ങനെയൊക്കെയാണല്ലോ ഇടുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കൊന്നും കിട്ടിയില്ല. എങ്കിലും എനിക്കൊരു പോയിന്റ് ഉള്ളിൽ കിടക്കുന്നത് പറഞ്ഞ് പിടിപ്പിക്കണം എന്നുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ എല്ലാവരെയും എല്ലാവരെയും അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഒരു വന്യം പറഞ്ഞു. പരിശുദ്ധ പിതാവിനും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വരാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനമൊക്കെ അർപ്പിച്ച ശേഷം ഞാൻ എൻ്റെ ഈ വിഷയത്തിലേക്ക് കടന്നു. ഞാൻ പറഞ്ഞു, വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും താഴ്മയുള്ള വ്യക്തി കർത്താവായി യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യൂദ ആണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതം കൊണ്ട് കണ്ണിങ്ങനെ തള്ളി ചിക്കാത് കൂർപ്പിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അത് തെളിയിക്കേണ്ടതും എൻ്റെ ആവശ്യമായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും താഴ്മയുള്ള വ്യക്തി യൂദ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഭൗതിക സഹോദരൻ യൂദ. കാരണം അദ്ദേഹം ലേഖനം എഴുതിയപ്പോൾ ഞാനത് വിവരിച്ചു. യൂദ എഴുതിയ ലേഖനം 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ അദ്ദേഹം പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദാസനായ യൂദ എന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. ആവുമായിരുന്നെങ്കിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹോദരൻ യൂദ എഴുതുന്നത് പറയാമായിരുന്നു. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ യേശുക്രിസ്തുവിൻ്റെ സഹോദരൻ യൂദ എഴുതുന്നത്. ഇഷ്ടം പോലെ പറയാൻ എന്തോരം കിടക്കുന്നു. അതിനൊന്നും വിലയില്ല, അതിനൊന്നും വാല്യൂ ഇല്ല, അതിനൊന്നും മൂല്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ യൂദാസ് പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യൂദ. അങ്ങനെ പറഞ്ഞ് ഞാനത് തെളിയിച്ചു. ഇത്രത്തോളം താഴ്മ, ഇത്രത്തോളം എളിമയുള്ള ഒരു മനുഷ്യൻ വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആദ്യം കൈയടിച്ചത് പ്രസംഗത്തിന് സമയത്തിന് മുൻപ് തന്നെ തീർന്നെന്നുള്ള സത്യം. ബെല്ലടിക്കാൻ തീരെ ഒരുമിച്ച, കാരണം വിഷയമില്ലായിരുന്നുള്ള സത്യം. ആദ്യം കൈയടിച്ചത് പരിശുദ്ധ തിരുമേനി. എനിക്ക് ആദ്യം കിട്ടുന്ന, എൻ്റെ പ്രസംഗത്തിന് ആദ്യമായി കിട്ടുന്ന കൈയടി പരിശുദ്ധ തിരുമേനി കൈയടിച്ചു. അന്ന് എനിക്ക് അവിടെ വെച്ച് ഒരു ആരാധനാക്രമമാണ് സമ്മാനമായി ലഭിച്ചത്. 1-ാം സമ്മാനം എനിക്കായിരുന്നു. ഇന്നും ആ ചോദ്യം നിൽക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും സൗമ്യനായ വ്യക്തി ആര്? ഏറ്റവും എളിമയുള്ള വ്യക്തി ആര്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹോദരൻ യൂദാസ് പറയുന്നു, ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു ദാസൻ. ഇന്ന് എഴുതുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഡിഗ്രിയോ എന്തെങ്കിലും ബൈബിൾ കോളേജിൽ പഠിക്കണമെന്നൊന്നുമില്ല. അത് എഴുതി അപ്പുറത്തോട്ട് വെച്ച് കൂട്ടുമ്പോൾ, റെവറൻറ്റും മറ്റതും ഒക്കെ വലിച്ച് ഇടതുവശത്തും വെക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹോദരനായിട്ട് കൂടി എളിമയോടെ ഒരു വ്യക്തി പറയുക, ഞാൻ അവൻ്റെ ദാസൻ, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദാസൻ. ഈ എളിമ പുതിയ യുഗത്തിനും ആധുനിക കാലത്തിനും ഒരു ഓർമ്മപ്പെടുത്തല. ഹലോ, എങ്ങോട്ടാ? ഇതൊന്ന് കേട്ടിട്ട് നിങ്ങളുടെ ഡിഗ്രിയിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടിക്കൊന്നേ. ഒരു ഓർമ്മപ്പെടുത്തല.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദാസൻ, വെറും ദാസൻ മാത്രം. മഹിമ അവനുള്ളതാ. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സഹോദരൻ. ഞാനും ഒരു ദൈവപുത്രനാണെന്ന് വിളിച്ച് പറയുന്ന പോലെ വേണമെങ്കിൽ പറയാമായിരുന്നിട്ടും യൂദാസ് പറയുന്നു, ഹലോ ഒന്ന് കേട്ടിട്ട് പോകും. ഞാൻ മുല്ലത്രം ഡാലി മുക്കാഞ്ചിരം അഥവാ സോമൻ ഭോപ്പാൽപുര. ഒന്ന് കേട്ടിട്ട് പോ 32 ഭാഗം.